റബ്ബേ, നീ നൽകിയിട്ടുള്ള ആഫിയത്ത് അത് എന്നിൽ നിന്ന് നീങ്ങിപ്പോകുന്നതിൽ നിന്ന് ഞാൻ കാവൽ ചോദിക്കുന്നു. എങ്കിലും അതിന്റെ വില അറിയാത്തവരുണ്ടെങ്കിൽ ആ വാക്ക് മതി. ആഫിയത്ത് കിട്ടുക, പടച്ചോൻ തരുന്ന ആഫിയത്ത്. പ്രവാചകര് പോലും അതാ ആരോഗ്യം നിലനിൽക്കുന്നതിന് വേണ്ടി, ആഫിയത്ത് നിലനിൽക്കുന്നതിന് വേണ്ടിയിട്ട് പ്രവാചകർ പ്രാർത്ഥിക്കുകയാണ്. റിഫാഅത്തുൽ ജുഹനി എന്ന സ്വഹാബി പറയുകയാണ്, ഒരു ദിവസം മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മിമ്പറിൽ കയറി നിന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലശേഷം മിമ്പറിന്റെ മുകളിൽ കയറി നിന്നുകൊണ്ടതാ അദ്ദേഹം ഇങ്ങനെ നിന്ന് കരയാൻ തുടങ്ങി. മിമ്പറിന്റെ മുകളിൽ കയറിയിട്ട് കരയാൻ. ആ സമയത്തതാ അദ്ദേഹം പറയുന്നുണ്ട്, അബൂബക്കർ റളിയല്ലാഹു അദ്ദേഹത്തിന്റെ കാരണം പറയുന്നുണ്ട്. കഴിഞ്ഞ വർഷങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മിമ്പറിന്റെ മുകളിൽ നിന്ന് കരയുന്നത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഞാൻ അതൊന്നും ഓർത്തിട്ടാണ് ഞാൻ ഇപ്പൊ കരഞ്ഞത്. അന്ന് മിമ്പറിന്റെ മുകളിൽ വെച്ച് നബി ഞങ്ങളോട് പറഞ്ഞത് സലുല്ലാൽ അഫ്വ വൽ ആഫിയ, കരഞ്ഞുകൊണ്ട് പ്രവാചകൻ ഞങ്ങളോട് പറഞ്ഞു, സലുല്ലാൽ അഫ്വ വൽ ആഫിയ, അല്ലാഹുവിനോട് നിങ്ങൾ ചോദിക്കണം, അൽ അഫ്വ, മാപ്പ് ചോദിക്കണം. പടച്ചോനെ, തെറ്റുന്ന് രക്ഷ കിട്ടണം, പാപം പൊറുക്കാൻ വേണ്ടി നിങ്ങൾ ചോദിക്കണം. അതോടൊപ്പം തന്നെ വൽ ആഫിയത്ത്, നല്ല ആഫിയത്തും ആരോഗ്യവും ആയുസ്സും ഒക്കെ പ്രദാനം ചെയ്യുന്നതിന് വേണ്ടിയിട്ടും നിങ്ങൾ ചോദിക്കണം, മറക്കണ്ട, അള്ളാഹിനോട് ചോദിക്കണം. എന്തുകൊണ്ട്? ഫഇന്ന അഹദൻ ലം യുഅത ബഅദൽ യഖീനി ഖൈറൻ മിനൽ ആഫിയ. നമ്മളെ പണമൊന്നല്ല. ഒരു മനുഷ്യന് യഖീനായ ഈമാൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ശേഷം അയാൾക്ക് ലഭിക്കുന്ന ഏറ്റവും വലുത് ആഫിയത്താണ്. ഒന്ന് എണീറ്റ് നടക്കാൻ പറ്റുക, ഒരു ജോലിക്ക് പോവാൻ പറ്റുക, ഒന്ന് ചലിക്കാൻ പറ്റുക, അതൊക്കെ നമുക്ക് മനസ്സിലാകും. അതൊക്കെ മനസ്സിലാവുന്ന സാഹചര്യങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. യഖീൻ്റെ ശേഷം ഒരു മനുഷ്യന് കിട്ടുന്ന വലിയ കാര്യമാണ് ആഫിയത്ത് കിട്ടുക എന്ന് പറഞ്ഞു. മഹാനായ അല്ലാമ ഇബ്നു ഖയ്യിം അൽ ജൗസി റഹിമഹുല്ലാഹി ഈ ഹദീസിനെ വിശദീകരിച്ചപ്പോൾ ഇതുകൂടെ ചേർത്ത് പറഞ്ഞു, എന്തുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ അള്ളാഹിനോട് ആഫിയത്ത് നീക്കിക്കളയല്ല റബ്ബേ, ഇപ്പൊ ഉള്ള ആരോഗ്യം നീ കളയല്ലേ, ഇപ്പൊ ഉള്ള ഈ ഊർജവും ശേഷിയും ഞങ്ങളിൽ നിന്ന് നീക്കിക്കളയല്ലേ എന്ന് പറയാനുള്ള കാരണം, ദുനിയാവിന്റെ കാര്യത്തിലും ദീനിന്റെ കാര്യത്തിലും നമുക്കൊരു ആഫിയത്ത് വേണം. ഒരാളുടെ രണ്ട് ലോകത്തുമുള്ള ജീവിതം നന്നാകാൻ യഖീനും വേണം, ആഫിയത്തും വേണം. ഒരു ഈമാൻ കൊണ്ട് മാത്രം പോരല്ല, ഈമാൻ അനുസരിച്ച് ചെയ്യാൻ, അമല് ചെയ്യാൻ, അധ്വാനിക്കാൻ അയാൾക്ക് ആഫിയത്ത് വേണം. ഒരാൾക്ക് നല്ല ആഫിയത്ത് മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല, അയാൾക്ക് അതനുസരിച്ച് തോന്നണമെങ്കിൽ അയാളുടെ മനസ്സിൽ ഒരു ഈമാനും യഖീനും വേണം. എന്നിട്ട് ജൗസി പറയുകയാണ്, ഫൽ യഖീൻ, ഒരാൾക്ക് ഈമാൻ ഉണ്ടാവുക, യഖീൻ ഉറച്ച ഈമാൻ ഉണ്ടെങ്കിൽ യദ്ഫഉ അൻഹു ഉഖൂബാത്തിൽ ആഖിറ, നാളെ പരലോകത്ത് വരാനിരിക്കുന്ന മഹാവിപത്ത് പിടിച്ച ശിക്ഷകളിൽ നിന്ന് അയാൾക്ക് രക്ഷപ്പെടാൻ പറ്റും അയാളുടെ ഈമാൻ കൊണ്ട്. പിന്നെന്താണ് ആഫിയത്ത്? വല്ലാഫിയത്തു തുദ്ഫഉ അൻഹു അംറാദദ് ദുനിയാ ഫീ ഖൽബിഹി വബദനിഹി. ഒരു മനുഷ്യൻ അല്ലാഹു ആഫിയത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവന്റെ ശരീരത്തിനും അവന്റെ കൽബിനും ബാധിക്കുന്ന രോഗങ്ങളിൽ നിന്ന് സുരക്ഷ കിട്ടും. എത്ര ആൾക്കാർ ചോദിക്കലുണ്ട്, പടച്ചോനെ എനിക്ക് ആഫിയത്ത് തരണേ, പടച്ചോനെ എനിക്ക് അഫ്വ് തരണേ, എൻ്റെ രണ്ട് ലോകത്തും ഉപകരിക്കുന്ന യഖീൻ എൻ്റെ മനസ്സിൽ ഉറപ്പിക്കണേ എന്ന ആ ഒരു ചോദ്യം സ്വർഗമുണ്ടെന്നുറപ്പുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിക്കാറുണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കിയാൽ മതി. മഹാനായ പണ്ഡിതൻ ബഖറുൽ മുസ്നി റഹിമഹുല്ലാഹ്, ഇതൊക്കെ പറയുമ്പോഴെന്തിനൊരു നമ്മൾ ഈ വിഷയത്തിൽ പണ്ഡിതന്മാർ എത്ര ഗൗരവം കാണിച്ചു എന്നറിയാൻ വേണ്ടി മാത്രമാണ് അവരുടെ ഒരു ഉദ്ധരണികൾ ഞാൻ വായിക്കുന്നത്. മഹാനായ പണ്ഡിതനായ ബഖറുൽ മുസ്നി റഹിമഹുല്ലാഹ്, ആരാണ് അദ്ദേഹം? ബഖർ ബിൻ അബ്ദുല്ലാഹിൽ മുസ്നി എന്ന പേരിൽ അറിയപ്പെടുന്നു. ഉലമാക്കന്മാർ അദ്ദേഹത്തെ പറ്റി പറയുന്നുണ്ട്, അദ്ദേഹത്തിന്റെ പ്രത്യേകത കാന ബിക്റുൻ മുജാബദ് ദഅവ, ഒരുപാട് പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടിയ ഒരു പണ്ഡിതനാണ്. അദ്ദേഹത്തിന്റെ പല പ്രാർത്ഥനകൾക്കും ഉത്തരം കിട്ടിയതായി അനുഭവസ്ഥരായ ആളുകൾ പറയാം. ബസ്റയിലായിരുന്നു അദ്ദേഹം താമസിച്ചിരുന്നത്. നല്ല ഫിഖ് അറിയുന്നയാളായിരുന്നു. ഹിജ്റ 108 കാലഘട്ടങ്ങളിലാണ് അദ്ദേഹം മരണപ്പെടുന്നത്. പ്രിയപ്പെട്ടവരെ, ആ മഹാനായ പണ്ഡിതനാണ് നമ്മളോട് പറയുന്നത് ഈ ഒരൊറ്റ ഹദീസിന്റെ വിഷയത്തിൽ, യബ്ന ആദം, ആദമിന്റെ പുത്ര, മനുഷ്യ സന്താനങ്ങളെ,
ഇദാ അറദ്ത അൻ തഅലമ ഖദറ മാ അൻഅമ അല്ലാഹു അലൈക ഫഗമ്മിദ് ഐനൈക. അള്ളാഹു നിനക്ക് നൽകിയിട്ടുള്ള നിഅമത്തിനെ പറ്റിയും ആഫിയത്തിനെ പറ്റിയും നിനക്ക് എത്ര വലുതാണെന്ന് തോന്നണമെങ്കിൽ, മനസ്സിലാകണമെങ്കിൽ ഒരൽപ്പസമയം ഫഗമ്മിദ് ഐനൈക, നീ ഒന്ന് നിന്റെ കണ്ണടച്ചു വെക്കുക. അപ്പൊ കാണാൻ പറ്റും. കണ്ണടച്ച് കുറച്ചേരം ഇരിക്കുമ്പോൾ മനസ്സിലാവും, കണ്ണില്ലാത്തൊരു മനുഷ്യൻ പുറത്ത് ഇതൊന്നും കാണില്ലല്ലോ, ഇതാണ് അവൻ്റെ അവസ്ഥ, ഇരുട്ടാണല്ലോ അവൻ്റെ ഉള്ളിൽ എന്നുള്ളത് ബോധ്യം. അവിടെ നിന്ന് അങ്ങനെ തുടങ്ങാൻ പറ്റും ഓരോന്ന് ചിന്തിക്കാൻ. അതുകൊണ്ട് ആഫിയത്ത് ഉണ്ടാവുക, യഖീൻ ഉണ്ടാവുക എന്നുള്ളതൊന്നും മറന്നു പോകണ്ട പ്രിയപ്പെട്ടവരെ. എന്താണ് ഈ ആഫിയത്ത് കിട്ടുക എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലായിട്ടില്ല, വിശദീകരിക്കുക. നമ്മുടെ ചുറ്റുവട്ടത്ത് ഇവിടുന്ന് പ്രവാസ ലോകമൊക്കെ പിന്നെ ഇടയ്ക്കൊക്കെ നമ്മൾ നാട്ടു പോണ സമയത്തൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതിനൊരു ശരിയായ രൂപം. നാട്ടിലേറ്റവും കൂടുതൽ പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്ന ക്യാൻസർ രോഗം, ക്യാൻസർ രോഗം ബാധിച്ച്, മാരകമായ ക്യാൻസർ രോഗം ബാധിച്ചുകൊണ്ട് അതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നമായി വേദന കടിച്ചമർത്തി പിടിച്ച് ജീവിക്കുന്ന എത്രയെത്ര മനുഷ്യന്മാരാണ്. ഒരു കല്ല് തറച്ചാലുള്ള വേദന എത്രയാണ്, ഒരു മുള്ള് തറച്ചാലുള്ള വേദന എത്രയാണ്. അതിനൊക്കെ അപ്പുറത്താണ് ഈ രോഗം ബാധിച്ച് എത്ര ദിവസങ്ങളാണ് പ്രിയപ്പെട്ടവരെ ആഫിയത്തിന്റെ വില മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കുന്ന മനുഷ്യർ എത്ര പേരാണ്. അതുപോലെ തന്നെ ആഴ്ചയിൽ പല ദിവസങ്ങളിലും പല തവണകളിലായിട്ട് കിടന്നു കൊടുക്കുകയാണ്. 4-3 മണിക്കൂറുകളൊക്കെ സ്വന്തം ശരീരത്തിന്റെ രക്തമൊന്ന് മാറ്റിയിട്ട് കിഡ്നിയുടെ ആവശ്യത്തിന് വേണ്ടി ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുന്ന മനുഷ്യരോടൊന്ന് പോയി ചോദിച്ചു നോക്ക് പ്രിയപ്പെട്ടവരെ. ഒരു തുള്ളി വെള്ളം കുടിക്കാൻ, ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങൾ കഴിക്കാൻ, അവന്റെ ശാരീരിക ദാമ്പത്യ ജീവിതത്തിന്റെ ബുദ്ധിമുട്ടുകളൊക്കെ ഒന്ന് ചോദിക്ക് പ്രിയപ്പെട്ടവരെ. ഒന്ന് ചോദിച്ചു നോക്കി, എന്താ ബുദ്ധിമുട്ട്? ശരീരം പൂർണ്ണമായി തളർന്നുകൊണ്ട് അനങ്ങാൻ പറ്റാതെ കിടക്കുന്ന എത്ര പേരാണ്. ഒരു രോഗിയായ മനുഷ്യൻ ഒരു കട്ടിലിൽ അങ്ങനെ തളർന്നു കിടന്നാൽ എന്താണ് സംഭവിക്കുക? സ്വന്തം ആവശ്യത്തിന് ഒരു 50 പൈസ സമ്പാദിക്കാൻ കഴിയാതെ അങ്ങാടികളിലൂടെ ഓടിക്കളിച്ചിരുന്ന മനുഷ്യൻ ഇന്ന് അങ്ങാടിയിൽ നിന്ന് ഒറ്റപ്പെട്ടൊരു വീട്ടിലായി. ഇതിന് രോഗിനെ സന്ദർശിക്കാൻ പോകണമെന്ന് എൻ്റെ വില മനസ്സിലായില്ല ആൾക്കാർക്ക്. ആ വീട്ടിൽ അയാൾ ഒറ്റപ്പെടുകയാണ്. എവിടെ? ഒരു റൂമിൽ അയാൾ ഒറ്റപ്പെട്ടു. റൂമിൽ അവസാനിച്ചില്ല, റൂമിന്റെ ഒരു മൂലയിൽ ഒരു കട്ടിലിൽ അയാൾ ഒറ്റപ്പെടുകയാണ്. ചുരുങ്ങി 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 ഒരു കട്ടിലിൽ അയാളുടെ ജീവിതം ഓമിക്കുക. അയാൾക്ക് ആഗ്രഹങ്ങളുണ്ട്, അയാളുടെ ഭാര്യയോട് ആഗ്രഹങ്ങളുണ്ട്, മക്കളോട് പല കാര്യത്തിലും അയാൾക്ക് താല്പര്യങ്ങളുണ്ട്. പക്ഷേ ഒന്നിനും സാധ്യമാകാതെ തളർന്നു കിടക്കുന്ന എത്ര രോഗികളുണ്ട് പ്രിയപ്പെട്ടവരെ. ആഫിയത്തിന്റെ വില മനസ്സിലാക്കാനൊന്ന് പോയി കാണുക. ആശുപത്രികളിലൊക്കെ രോഗികളെ വിളിക്കുമ്പോഴും അന്വേഷിക്കുമ്പോൾ അറിയാം അയാൾ വെന്റിലേറ്ററിലാണ്, ദിവസങ്ങളായി വെന്റിലേറ്ററുകളിലാണ്. ജനിച്ചു വീണത് മുതൽ വെന്റിലേറ്ററിലായ കുട്ടികളെ നമ്മൾ കാണുകയുണ്ടായി. ഒരുപാട് ആളുകളുടെ അനുഭവങ്ങൾ പ്രിയപ്പെട്ടവരെ. ഈ ശ്വാസമൊന്ന് നേരെ ഒന്ന് വലിക്കാൻ പറ്റാതെ എത്ര മനുഷ്യരാണ് ഞെരുങ്ങി അമർന്ന് ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. മൂക്കിലൂടെയും കഴുത്തിലൂടെയും ഒക്കെ പമ്പുകൾ ഇട്ടുകൊണ്ട് ഭക്ഷണങ്ങൾ ജ്യൂസാക്കി കൊടുത്ത് അതിങ്ങനെ കഴിച്ചു കുടിച്ചുകൊണ്ടിരിക്കുന്ന എത്ര മനുഷ്യർ ഇന്ന് കൺമുമ്പിൽ നമ്മൾ കാണുകയാണ്. ശരീരം മുഴുവൻ ചൊറി ബാധിച്ച് മാന്തിപ്പൊളിച്ച് ശരീരത്തെയും മനസ്സിനെയും ബാധിക്കുന്ന രൂപത്തിൽ സീറോസിസ് ബാധിച്ചിരിക്കുന്ന ആളുകൾ എത്രയാണ്. വേറെ ആരൊക്കെയോ ചെയ്തതിൻ്റെ ഭാഗമായി പടർന്നു പിടിച്ച എയ്ഡ്സ് ബാധിച്ച എത്ര കുടുംബങ്ങളാണ്. അങ്ങനെ എണ്ണി പറയാൻ തുടങ്ങിയാൽ ആഫിയത്തിൻ്റെ വില എന്താണെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. നമ്മുടെ മക്കളൊക്കെ നമ്മൾ രോഗികളെ കൊണ്ടുപോയി കാണിക്കണം. നമ്മുടെ മക്കളൊക്കെ ഖബർസ്ഥാനൊന്ന് കൊണ്ടുപോയി കാണിക്കണം. നമ്മുടെ മക്കളൊക്കെ പുതിയ തലമുറയിൽ ജീവിക്കുന്ന നമ്മുടെ വളർന്നു വരുന്ന തലമുറയിൽ ഇത്തരം ചില സംഭവങ്ങളിലൊക്കെ അവർ പഠിക്കാനുണ്ട്. എന്താണ് ദുരിതം, എന്താണ് വിഷമം, എന്താണ് ആരോഗ്യത്തിൻ്റെ വില. ഉലമാക്കന്മാര് പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് ധാരാളം സന്ദർഭങ്ങൾ ഉദ്ധരിക്കുന്നതാണ്. മനുഷ്യന്മാരിലെ ബഹുഭൂരിപക്ഷം വരുന്ന ജനതയും ഈ കാര്യത്തിൽ അശ്രദ്ധരാണ്. അസ്ഹത്തു വൽ ഫറാ, ആരോഗ്യത്തിന്റെയും ഒഴിവ് സമയത്തിന്റെയും വിഷയത്തിൽ മനുഷ്യരിൽ ബഹുഭൂരിപക്ഷം ആളുകളും ഒരു താല്പര്യവുമില്ലാതെ അശ്രദ്ധയോടെ അതിനെ തകഞ്ഞു മാറ്റുകയാണ്, നശിപ്പിക്കുകയാണ്. നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട്. ലഹരി ഉപയോഗിക്കുന്ന ആളുകൾ, മദ്യം ഉപയോഗിക്കുന്ന ആളുകൾ തുടങ്ങിയ പല നിലക്കും സ്വന്തം ശരീരത്തിന് ദോഷമാണ് എന്നറിഞ്ഞിട്ടും അത്തരത്തിലുള്ള തെറ്റായ ജീവിത വഴികളിലൂടെ സഞ്ചരിക്കുന്ന ആളുകൾ.
ഒരിക്കൽ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശിഷ്യനായ അബൂദർ റളിയല്ലാഹു അൻഹു തന്റെ സുഹൃത്തായ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹുവിന് ഒരു കത്തെഴുതി വിട്ടു. ദൂരത്താണ് താമസം, രണ്ടുപേരും അടുത്തല്ല. സൗഹൃദം പുതുക്കുന്നതിന്റെ ഭാഗമായി അവരെപ്പോഴും ഒന്നുകിൽ ഖുർആനിന്റെ ആയത്തുകളും ഹദീസിന്റെ വശങ്ങളൊക്കെ വെച്ചുകൊണ്ട് ചില മെസ്സേജുകൾ അയക്കുന്നത് അന്ന് എഴുത്തിലൂടെയാണ്. ആ സമയത്ത് കൊടുത്ത ഉപദേശം അബൂദർദാ റളിയല്ലാഹു സൽമാൻ റളിയല്ലാഹു അൻഹുവിന് കൊടുത്ത ഉപദേശം എന്താ? അമ്മാ ബഅദി യാ അഖി, എൻ്റെ പ്രിയപ്പെട്ട സഹോദര, ഫഗ്തനിം സിഹ്ഹതക ഖബ്ല സഖമിക, നീ നിന്റെ ആരോഗ്യത്തെ നന്നായി ഉപയോഗപ്പെടുത്തിക്കോ രോഗം വരുന്നതിന്റെ മുമ്പ്. അത് ഒരു ആദ്യം പറഞ്ഞ വാക്കൊന്നുമല്ല, പ്രവാചകർ കൊടുത്ത ഒരു ഉദ്ധരണി. അതൊരു ഓർമ്മപ്പെടുത്തൽ, സ്വന്തം ആരോഗ്യത്തിൻ്റെ വിലയെ സ്വഹാബിമാർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഓർമ്മപ്പെടുത്തലുണ്ടായിരുന്നു. നശിപ്പിക്കരുത് കേട്ടോ, ആരോഗ്യം കേടുവരുത്തരുത് കേട്ടോ എന്നുള്ള രൂപത്തിലുള്ള പ്രയോഗങ്ങൾ ഉണ്ടായിരുന്നു. മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഒരിക്കൽ നമ്മളതാ എന്നോട് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു എന്ന് പറയുന്ന റിപ്പോർട്ടിൽ കാണാൻ സാധിക്കുകയാണ്. പ്രവാചകരും അതുപോലെ തന്നെ സ്വഹാബിമാരും ഈ വിഷയത്തിൽ എത്ര ഗൗരവം കണ്ടു എന്ന. നിങ്ങൾ ഒരിക്കലും ഇന്ന് നേരം വെളുക്കുമ്പോൾ രാത്രിയാകുമെന്ന പ്രതീക്ഷയോടെ നിങ്ങൾ കാത്തിരിക്കരുത് അമല് ചെയ്യാൻ. രാത്രി ആയിക്കഴിഞ്ഞാൽ നേരം വെളുക്കുമെന്ന ഒരു കാത്തിരിപ്പ് നിനക്ക് വേണ്ട. ആരോഗ്യമുള്ള സമയത്ത് ആ രോഗം വരുന്നതിന്റെ മുമ്പ് അതിനെ നന്നായി ഉപയോഗിച്ചോ. യാ അബ്ദല്ലാഹ് മസ്മൂക ഗദാ. ഇന്നിപ്പോ ഈ നല്ല പേരുള്ള ബിസിനസ്മാൻ, സ്റ്റുഡൻറ്, അല്ലെങ്കിൽ ഇങ്ങനെ ഏതെങ്കിലുമൊക്കെ പേരിലൊക്കെ അറിയപ്പെടും. നാളെ നീ ഏതു പേരിലാണ് അറിയപ്പെടുക എന്ന് നമുക്ക് പറയാൻ പറ്റൂല. ഇന്ന് നമ്മൾ ജീവിച്ചിരിക്കുന്ന നല്ലൊരു മനുഷ്യനാണ്, നാളെ ഒരു പക്ഷെ നീ മയ്യിത്ത് എന്ന 3 അക്ഷരത്തിന് ശവം എന്നാണെങ്കിലും ജനാസ എന്നാണെങ്കിലും മയ്യിത്ത് എന്നാണെങ്കിലും നമ്മുടെ പേരുകൾക്കും സ്ഥാനങ്ങൾക്കും അവിടെ വിളിപ്പേരില്ല. അതുകൊണ്ട് ആ പേര് വരുന്നതിൻ്റെ മുമ്പ് ഉള്ള ആരോഗ്യമൊക്കെ നന്നായി ഉപയോഗപ്പെടുത്താൻ.